അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമീറും ആസിഫും അതാ നമ്മുടെ ഷെഫി ഉസ്താദിന്റെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. കാര്യങ്ങളെല്ലാം ഒന്ന് വിശദമായി പറയണം, ചോദിക്കണം അതിനെക്കുറിച്ചെല്ലാം. എന്നാൽ അതിനിടയിൽ DJPയും മകളും വന്ന് സർപ്രൈസും കാര്യങ്ങളൊക്കെ തന്നപ്പോൾ തന്നെ ഷമീറിന് എന്തൊക്കെയോ ആയിപ്പോയിരുന്നു. എന്നാൽ ആസിഫ് തുടരെ തുടരെ ചോദിച്ചിരുന്നു, അല്ലടാ സത്യം പറ, നീ അവളുടെ സൗന്ദര്യത്തിൽ വീണുപോയോ? പിന്നെന്താ നീ കൂടുതലായിട്ട് ആ ഗിഫ്റ്റിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്? ഏ അത് അത് ഞാൻ വെറുതെ. ആ അങ്ങനെ, ഓക്കെ ഓക്കെ, എന്നാൽ നമുക്ക് പോകാം. എന്നാൽ ഈ നിമിഷം അതാ നമ്മുടെ ആസിഫിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. അല്ല, DGP സാറ്. എടാ, DGP സാർ വിളിക്കുന്നു, എടുത്തു നോക്ക്. ഹലോ. ആ സാറേ പറയൂ. ഗുഡ് ഈവനിങ്. ആ ഗുഡ് ഈവനിങ്. അല്ല സാറേ എന്തേ വിളിച്ചത്? ആ മോനെ, ഒന്നുമില്ല, നമ്മുടെ ഷമീറിൻ്റെ വിവാഹം ശരിക്കും ഉറപ്പിച്ചതാണോ? ഏ അതെന്താ സാറേ അങ്ങനെ ചോദിക്കുന്നത്? അതല്ല, അന്ന് അവന് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് സ്വീറ്റ്സ് ഒക്കെ കൊടുത്തിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആ അത് സാറേ, അത് പിന്നെ ആ ഏകദേശമൊക്കെ. ഓ അങ്ങനല്ലേ, ആ എന്നാൽ ശരി, എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. അല്ല സാർ വിളിച്ചത് ഒന്നുമല്ലേ, ഒന്നുമല്ല, വെറുതെ ഞാൻ ഇനി എന്താ സാറേ, അല്ലേ വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള വല്ല ചാൻസ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓ അങ്ങനെ, അത് ഇൻഷാ അല്ലാ നോക്കാം, അതിനു വേണ്ടിയുള്ള പരിപാടിയൊക്കെ തന്നെയാണ്. ഓ അങ്ങനല്ലേ, എന്നാൽ ശരി. നിരാശയോടെ DGP സർ ഫോൺ വെക്കുകയും ചെയ്തു. എന്നാൽ ചോദിച്ചോ നമ്മുടെ ഷമീർ, എന്തടാ പറഞ്ഞത്? ഒന്നുമല്ല, നിന്റെ വിവാഹം ഉറപ്പിച്ചോ എന്ന് ചോദിച്ചാണ് വിളിച്ചത്. അത് കേട്ട ഷമീർ ഒരു നിമിഷം, അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? അറിയില്ല, ഇനിയൊരു പക്ഷേ നിന്നോട് ആ പെണ്ണിന് എന്തെങ്കിലും വല്ല മുഹബത്തും തോന്നിയോ ആവോ? ഏയ് എന്താ ഈ പറയുന്നത്? ഒരിക്കലുമില്ല, ഞാൻ അവളെൻ്റെ പെങ്ങളെപ്പോലെ കരുതിയിട്ടുള്ളൂ. അത് നുണ, അത് വെറുതെ പറയുകയാണ്. എന്തിനാ എൻ്റെ പൊന്നു മോനെ ഇങ്ങനെ കിടന്നെടുത്ത് കിടന്ന് ഉരുളുന്നത്? ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ഉണ്ട് എന്നോട് തുറന്നു പറയാനേ. ഏയ് നമ്മളിവിടെ ഒരാളെയും ചതിക്കാൻ പാടില്ല. കാരണം ഞാൻ വാക്ക് കൊടുത്തതാണ് സീനത്തിന്, ഞാൻ അവളെ വിവാഹം കഴിച്ചോളാം എന്നുള്ളത്. പിന്നീട് അതിൽ നിന്ന് മാറുന്നത് ശരിയല്ലല്ലോ. മാറിയില്ലല്ലോ, അതിന് മാറുകയല്ലല്ലോ ചെയ്തത്. അവളായിട്ട് തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയല്ലേ ചെയ്തത്. അതിപ്പോ നമ്മളല്ലല്ലോ. അതൊരു പക്ഷേ ബുദ്ധിമോശം കൊണ്ട് അവൾ എന്തെങ്കിലും പറഞ്ഞതായിരിക്കാം എന്ന് കരുതിയിട്ട് നമ്മളത് അങ്ങനെ അങ്ങ്. ഇല്ലടാ, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം കാര്യങ്ങളൊക്കെ നമുക്ക് ഷെഫി ഉസ്താദിനോടൊന്ന് സംസാരിക്കാം. എന്തായാലും ഓൾ ഓക്കെയൊക്കെ പറഞ്ഞതാണല്ലോ അല്ലേ? ഷെഫി ഉസ്താദിനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. എന്താ ആസിഫ്, എൻ്റെ ഇക്കാക്കിയുടെ രൂപത്തിൽ ഞാൻ പറയാണ്, ഒരിക്കലും നമ്മളൊരാളെ ചതിക്കാൻ പാടില്ല. നമ്മളൊരിക്കലും ഒരാളെ വിഷമിപ്പിക്കാനും പാടില്ല. അതെ, സത്യം പറയട്ടെ, ഞാൻ എൻ്റെ മനസ്സിലേക്ക് അവൾ അങ്ങോട്ട് കടന്നു വന്നു. എടാ ആര്? അതെ ആയിഷ. ആയിഷ അവൾ എൻ്റെ നെഞ്ചിലേക്ക് ഒരു നിമിഷം കടന്നു വന്നു. ഞാൻ അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്നുപോയി സാറേ. പിന്നെ എനിക്ക് ചുറ്റുള്ളതൊന്നും കാണാൻ കഴിയുന്നില്ലായിരുന്നു. അതെ, ഓള് സൗന്ദര്യത്തിൽ ഞാനങ്ങ് ലയിച്ചു പോയി. എൻ്റെ ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശരിയാണ്, എല്ലാം ഓക്കെയാണ്. ഞാനൊരു വികാര ജീവി തന്നെയല്ലേ, മനുഷ്യനല്ലേ ഞാനും. എനിക്കും കാണില്ലേ വികാരങ്ങളും വിചാരങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ആസിഫ്, എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഓളെ ഒത്തിരി അങ്ങ് മനസ്സിലേക്ക് ഇഷ്ടം വന്നു. എനിക്ക് ഞാനല്ലാതായി മാറി, നിയന്ത്രണം നഷ്ടപ്പെട്ടു. അതെ, അവളെ കണ്ട നിമിഷം സത്യമായിട്ടും ഒരു പെണ്ണിനെ ഞാൻ ഇത്രയധികം സ്നേഹത്തോടെ അല്ലെങ്കിൽ ഇഷ്ടത്തോടെ നോക്കിയിട്ടില്ല. സീനത്തിന് വരെ, സീനത്തിനെ സംരക്ഷിക്കണം, കൂടെ കൂട്ടണം, അവളുടെ എല്ലാ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും താങ്ങായി തണലായി നിൽക്കണം എന്നുള്ള ചിന്തയാണ് എനിക്ക് സീനത്തിനോടുള്ളത്. പക്ഷേ ആയിഷയെ കണ്ടപ്പോൾ ഞാൻ അവളുടെ സൗന്ദര്യത്തിൽ മതി മറന്നെൻ്റെ സാറേ. സത്യമായിട്ടും എനിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥ. ആഹാ, അപ്പം ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഓക്കെ ഓക്കെ ഷമീർ, പിന്നെന്താ പൊന്നെ ഇങ്ങനെ ആലോചിക്കുന്നത്? പക്ഷേ സർ,
ഒരാളെയും ചതിക്കാൻ പാടില്ല. അതെ, എത്ര വലിയ സൗന്ദര്യറാണി എൻ്റെ മുമ്പിൽ വന്ന് നിന്നാലും അറിയാതെ എനിക്ക് അവളോട് ഇഷ്ടം തോന്നി തുടങ്ങിയാലും എൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. കാരണം ഞാൻ വാക്ക് കൊടുത്തതാണ് സീനത്തിനെ വിവാഹം കഴിക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ സർ, ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിച്ചില്ല. ഞാൻ പെട്ടെന്ന് തന്നെ പടച്ച റബ്ബിനോട് ഞാൻ പൊറുക്കലിനെ തേടി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അല്ലാഹുവേ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും വേണ്ടാത്ത ചിന്തകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനെ നീ പുറത്തു കൊണ്ടല്ലാ, നീ റഹ്മാനും റഹീമുമാണല്ലോ. ആ നിമിഷം പടച്ച റബ്ബിനോട് ഞാൻ പൊറുക്കലിനെ തേടി തൗബ ചെയ്ത് മടങ്ങി. എൻ്റെ ആസിഫ്, എടാ ഷമീർ, സത്യം പറയടാ, നിനക്ക് എങ്ങനെ ഇത്രമാത്രം ദീനിയായി ജീവിക്കാൻ കഴിയുന്നു? ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യോ? ഞങ്ങൾക്ക് എത്ര പെണ്ണുങ്ങളെ കാണുന്നു, അവരെ കണ്ടൊന്ന് ചിരിച്ചു കാണിക്കും, ഇഷ്ടപ്പെടും, നമ്പർ ചോദിക്കും, അങ്ങനെയാണ് പല പല ആളുകളും ഇപ്പോഴ്. പക്ഷേ എന്താ ഇത്? ഇത് സത്യം പറഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? നീ ശരിക്കൊരു മനുഷ്യൻ തന്നെയല്ലേ? എനിക്ക് നിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു പ്രയാസമുണ്ട്. അതെന്താ? അല്ലേ, നിനക്ക് അള്ളാഹു നൽകിയ ശക്തിയും നിനക്ക് നൽകിയ ബുദ്ധിയൊക്കെ എല്ലാം സെപ്പറേറ്റ് ആണ്. പക്ഷേ ഇത്രയധികം സുന്ദരിയായൊരു പെണ്ണ് മുമ്പിൽ വന്ന് നിന്നിട്ടും നീ അവളെ തട്ടിമാറ്റാൻ ശ്രമിക്കുകയാണ്. ആസിഫ്, അതല്ല. കാരണം ഞാൻ വാക്ക് കൊടുത്തൊരു പെണ്ണുണ്ടല്ലോ, അവളുടെ അഭിപ്രായങ്ങളെ, അവളുടെ കാര്യങ്ങളെയെല്ലാം അറിഞ്ഞ് അതിനുശേഷം മാത്രമേ ഞാൻ മറ്റതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അതെ, അത് വാക്ക് പാലിക്കലേ അതൊരു മുഅ്മിനിൻ്റെ കടമയാണ്. ഞാനൊരിക്കലും അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്നാൽ ഷമീറിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് അതാ അദ്ദേഹം പറയുന്നു, പൊന്നു മോനെ ഷമീർ, നീയാണടാ യഥാർത്ഥ മനുഷ്യൻ, നീയാണ് ദീനനുസരിച്ച് ജീവിക്കുന്ന ഈമാനുള്ള മനുഷ്യൻ. സത്യമായിട്ടും ഇതുപോലുള്ള ആളുകളെ കണ്ടുകിട്ടാൻ പ്രയാസമാണ്, സത്യമായിട്ടും. എന്നാൽ പുഞ്ചിരിച്ചുകൊണ്ട് ഷമീർ പറയുന്നു, അങ്ങനെയൊന്നല്ല, ഞാൻ ശ്രമിക്കുന്നുണ്ട് പരമാവധി തെറ്റുകളിൽ നിന്ന് വേർപെട്ട്. ഇൻഷാ അല്ലാ, എന്തൊക്കെ തന്നെയാലും എടാ, നമ്മൾ ഷെഫി ഉസ്താദിൻ്റെ വീടെത്താറായി, അവർ പോകാനുള്ള തിരക്കിലായിരിക്കും. എന്തൊക്കെ തന്നെയും നമുക്ക് കാര്യങ്ങൾ പറയാം. കാരണം നിക്കാഹ് ഇങ്ങനെ നീണ്ടുപോകുന്ന സ്ഥിതിക്കേ അദ്ദേഹത്തെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അല്ലേ? അങ്ങനെ അതാ നമ്മുടെ ആസിഫും ഷമീറും നേരെ ഷെഫി ഉസ്താദിൻ്റെ ആ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ അസ്സലാമു അലൈക്കും, ഷെഫി ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു. വഅലൈക്കും അസ്സലാം, മാഷാ അല്ലാ, ആരാണീ വരുന്നത് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും ആലിംഗനം ചെയ്ത് അതവർക്ക് സലാം മടക്കിക്കൊണ്ട് അവരെ ഇരുത്തുന്നു. കയറി വരൂ, കയറിയിരിക്കൂ, മാഷാ അല്ലാ. സത്യം പറഞ്ഞാൽ അവർ രണ്ടുപേരെയും കണ്ടപ്പോൾ നമ്മുടെ ഷെഫി ഉസ്താദിന് വല്ലാത്ത സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു. അവൻ ഷമീറിനെ കെട്ടിപ്പിടിച്ചു ചോദിച്ചു, ഷമീർ, ഉസ്താദേ, ഷെഫി ഉസ്താദേ, ഷമീർ, ഞാൻ എന്താ നിന്നോട് പറയാൻ എനിക്കറിയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ നിങ്ങളെ വിട്ടു തന്നിരിക്കുന്നു. കാരണം ഒരിക്കൽ പോലും ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങളായിട്ട് തന്നെയാണ് ഇതിന് നേതൃത്വം നൽകിയത്, അതായത് നിങ്ങളായിട്ട് തന്നെയാണ് ഇത് പറഞ്ഞത്. ഈ കാര്യം എനിക്ക് ഒന്നും ഇതിൽ അഭിപ്രായമില്ല. കാരണം എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊക്കെ, അവൾ എൻ്റെ ഭാര്യയായിരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പിന്നീട് രക്ഷിച്ചത് നിങ്ങളാണ്. നിങ്ങൾ രക്ഷിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവളോട് എന്തെങ്കിലും താല്പര്യമുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനത് നിങ്ങളുടെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് നിർബന്ധിച്ചതല്ല പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഷമീർ, നിങ്ങളുടെ ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തു കൊള്ളുക. ഒരിക്കൽ പോലും ഞാൻ നിങ്ങളൊന്നും നിർബന്ധിക്കില്ല. കാരണം എനിക്കറിയാം അവളെ, അതുകൊണ്ട്. എന്നാൽ ഷമീർ എന്ത് പറയണമെന്നറിയാതെ നിന്നു. ഇനിയിപ്പോൾ അവൾ പറഞ്ഞ കാര്യം ഷെഫി ഉസ്താദ് എങ്ങനെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമോ എന്നുള്ള കാര്യം. എന്നാൽ ഷെഫി ഉസ്താദിനെ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഷെഫി ഉസ്താദേ, എനിക്ക് നിങ്ങളോട് എന്ത് പറയണമെന്ന് എനിക്കറിയുന്നില്ല. ശരിയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ അന്ന് സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ ഇനിയെങ്കിലും അവളെ നല്ലൊരു ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ ജീവിച്ച് പഠിപ്പിച്ച് എടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം നിങ്ങൾ ഗൾഫിലാണ്, പ്രവാസിയാണ്. പക്ഷേ എനിക്ക് അവളുടെ കൂടെ ഇരുന്നു കൊണ്ട് തന്നെ കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുവാനും അവളെ നേർവഴിയിലേക്ക് നടത്തുവാനും ആഗ്രഹമുണ്ടായിരുന്നു. അവളോട് ഞാൻ ഒരു ഡിമാൻഡ് വരെ പറഞ്ഞിരുന്നു. അതെ, എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ നീ ഹിജാബ് ധരിക്കണം, അതെനിക്ക് ഇഷ്ടമാണ്. എൻ്റെ പെണ്ണിൻ്റെ മുഖം മറ്റൊരാൾ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ. അതൊക്കെ അവൾ അംഗീകരിക്കുമോ എന്തോ.
എല്ലാത്തിനും അംഗീകാരം, എല്ലാം ഓക്കെ ആയിട്ട് നീ എനിക്ക് ഉത്തരം തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴവളുടെ ചിന്താഗതിയിൽ കുറച്ചെന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായി തോന്നി. അത് ഇൻഷാ അല്ലാ അവൾ എല്ലാം ഓക്കെ ആയി ഞാൻ പറഞ്ഞതിനനുസരിച്ച് അവൾ നിൽക്കുമെങ്കിൽ ഞാൻ തീർച്ചയായും അവളെ സ്വീകരിച്ചിരിക്കും. അതല്ല അവൾ എതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ എൻ്റെ ഷെഫി ഉസ്താദെ എനിക്കും പ്രയാസമാണ്. കാരണം ഇനിയും ഒരു കണ്ണുനീർ അത് അവളുടെ ജീവിതത്തിൽ വേണ്ട. അത് മാത്രമല്ല, എനിക്കും വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം നല്ലത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് വീണ്ടും ഒരു വിവാഹമോചനവും തെറ്റിപ്പോലും പിണക്കവും അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഷെഫി ഉസ്താദെ. എന്നാൽ അപ്പോൾ തന്നെ ഷെഫി ഉസ്താദ് പറഞ്ഞു, ഷമീർ, ശരിയാണ്, നിങ്ങളെടുക്കുന്ന തീരുമാനമായിരിക്കും ഏറ്റവും നല്ലത്. തീർച്ചയായും എന്നേക്കാൾ എല്ലാം കൊണ്ടും അറിവുള്ളവർ നിങ്ങൾ തന്നെയാണ് ഷെഫി ഉസ്താദെ. നിങ്ങൾ അങ്ങനെ പറയല്ലേ. അതെ, നിങ്ങളൊരു ഹാഫിയായ മനുഷ്യനാണ്, എല്ലാം ഇസ്ലാമികമായിട്ടുള്ളത്. പക്ഷേ എനിക്കത്രയൊന്നും. എന്നാൽ ഷമീറിനോട് പറഞ്ഞു, ഷമീർ, നിനക്ക് ദീനിൻ്റെ കാര്യങ്ങളിലുപരി ഭൗതിക കാര്യങ്ങളിലും കൂടുതൽ പിടിപാടുണ്ട്. എങ്ങനെ ചെയ്യണമെന്നുള്ളത് കൂടുതൽ അറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഷമീർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം. സീനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടി പറയാനാവില്ല. ഷെഫി ഉസ്താദ് അത് പറഞ്ഞപ്പോൾ ഷമീറിൻ്റെ മനസ്സിൽ ചെറിയൊരു ടെൻഷൻ. ഷെഫി ഉസ്താദേ, അതെ, എനിക്ക് അതേ പറയാനുള്ളൂ, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നാൽ അതാ ഷെഫി ഉസ്താദ് പറഞ്ഞത് കേട്ട് നമ്മുടെ ഷമീറിന് ആകെ കൺഫ്യൂഷനായി, എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. എന്നാൽ ഈ സമയം അതാ സീനത്തിൻ്റെ വീട്ടിൽ അവർ സുഖമായിട്ട് ജീവിക്കുക അല്ലേ, ആയിക്കോട്ടെ, ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ അവരെ ഷമീറിൻ്റെ വീട്ടിലേക്ക് വെക്കളാം. പക്ഷേ അവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും എനിക്ക് പറ്റൂല. മോളെ, അപ്പം നീ അവിടെ അതുവരെ നിന്നത് പിന്നെ അങ്ങനെ തന്നെയല്ലേ? അന്ന് ഞാൻ രക്ഷപ്പെടാന്ന് കാത്തിരിക്കേൻ രാജേഷിൻ്റെ കയ്യിൽ നിന്ന്. ഓൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ഒരു ജീവന് വേണ്ടി പെടയല്ലേ. ആ സമയത്ത് അത് വലിയ സൗകര്യമായിരുന്നു. ആ ഉമ്മയാണെങ്കിൽ എനിക്ക് വെച്ച് വിളമ്പി ഉണ്ടാക്കി തരും ചെയ്യും, പിന്നെ അവന് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അന്ന് അങ്ങനെ. പക്ഷേ കല്യാണം കഴിച്ച് ഞാൻ അങ്ങോട്ട് പോകുമെന്നൊക്കെ വെച്ചാൽ എനിക്ക് ആ സൗകര്യമൊന്നും പോരാ. ഇനിയിപ്പോൾ പോകണമെന്നെങ്കിൽ തന്നെ ഞാൻ ഫ്ലാറ്റിൽ തന്നെ ജീവിക്കുള്ളൂ. അല്ലെങ്കിൽ ഷമീർ അവിടെ നിന്ന് മാറണം. ഉമ്മാനെ കൊണ്ടാരൊന്നും എന്നെ കൊണ്ടാവില്ല. ഉമ്മാനെ കൊണ്ടുപോയി ഇനിയിപ്പോൾ അതിനും നോക്കി ഇരിക്കേണ്ടി വരും. അതായിരിക്കും എൻ്റെ വിധി. തൽക്കാലം ഉമ്മ വേറിട്ട് നിൽക്കട്ടെ, ഷമീറാണെങ്കിൽ എൻ്റെ കൂടെ ഫ്ലാറ്റിലോ വേറെ വീട്ടിലോ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. മോളെ, നീ എന്തൊക്കെയാണ് പറയുന്നത്? നല്ലൊരു പുരുഷൻ നിനക്ക് കിട്ടാൻ പോവുകയാണ്. നിന്നെ പോലത്തെ തെറ്റുകളൊക്കെ ചെയ്തവരൊന്നും കാലാകാലം വീട്ടിലും മൂലക്കിലിരിക്കുവരും. എന്നാൽ ഇവനാണെങ്കിൽ നിന്നെ സംരക്ഷിക്കാമെന്ന് ഏറ്റതല്ലേ. നീ എന്തിനാണ് വെറുതെ തട്ടിത്തെറിപ്പിച്ച് കളയണത്? ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓക്കെ പറഞ്ഞല്ലോ. പിന്നെമ്മ ഷമീർ ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരിക്കണ്. എന്ത് കാര്യം മോളെ? ഹിജാബ് ധരിക്കണം, അതുപോലെ നല്ല രീതിയിൽ നിസ്കരിക്കണം, കളവൊന്നും പറയരുത്, ഉമ്മ പറയുന്നതൊക്കെ അനുസരിക്കണം. എന്താ ഇത്? ഞാൻ എന്താ അവിടുത്തെ വേലക്കാരിയോ? ഞാൻ എന്താ അവിടെ അടിമേ? ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി നിൽക്കാൻ. എന്താ മോളെ, ഹിജാബ് ധരിക്കുക എന്ന് പറഞ്ഞാലേ അദ്ദേഹത്തിന് ഇഷ്ടമായിരിക്കും. അത് നല്ല രീതിയിൽ തലമുടിയൊക്കെ മറച്ച് നടക്കുക, അത് അങ്ങനെ തന്നെയല്ലേ ഇസ്ലാം ദീൻ, അങ്ങനെ തന്നെയല്ലേ. പിന്നെ എന്താ പറഞ്ഞത്? ഉമ്മ പറഞ്ഞ അനുസരിച്ച് കേട്ടിക്കേണ്ടി വരും. പിന്നെ അങ്ങനെ അവിടുത്തെ അടിമ വേലക്കാരിയല്ലേ മോളെ? അങ്ങനെ ഒന്നുമല്ലല്ലോ, നല്ല ഉമ്മയാണല്ലത്. പിന്നെ അത് മാത്രമല്ല, വേറെന്താ പറഞ്ഞത്? സ്വയം ഇഷ്ടത്തിന് പുറത്തേക്കൊന്നും പോവരുത്. പിന്നെന്താ എല്ലാത്തിനും അനുവാദം ചോദിച്ചുകൊണ്ടിരിക്കുക. അല്ല മോളെ, പുറത്തൊക്കെ എന്ന് വെച്ചാൽ ബസ്സൊക്കെ കയറി പോകുമ്പോഴേ ആണുങ്ങളുണ്ടാകുമ്പോൾ ഏറ്റവും നല്ല അവരെ കൂടെ പോകുന്നില്ല. പെണ്ണുങ്ങൾ എത്ര ഒറ്റക്ക് നടന്നാൽ ആ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ലല്ലോ. അതാണ് പറഞ്ഞത്. മോളെ, ഇത് നല്ല കാര്യം ചിന്തിക്കുക, വേണ്ടാത്ത കാര്യം ചിന്തിക്കല്ല. പഠിച്ച റബ്ബേ, ഏത് നേരത്തെ പ്രസവിക്കാൻ തോന്നിയതാവോ? എന്താ ഞാൻ എന്താ ഇവിടെ മരിക്കണോ? അവളുടെ വർത്താനം കേട്ടാൽ. അല്ല മോളെ, നീ നല്ല ജീവിതം നീ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു. ഇനിയും വീണ്ടും നല്ലൊരു ജീവിതം വന്നപ്പോൾ നീ അതിനും എതിര് പ്രവർത്തിക്കണോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. എനിക്കെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് കുറച്ചൊക്കെ ജീവിക്കണം. കൂട്ടിലടച്ച് കിടിപ്പോളം ജീവിക്കുക എന്നെ കൊണ്ടാവില്ല. ഹിജാബ് അതൊക്കെ പിന്നെ പെണ്ണുങ്ങളെ ഇഷ്ടമാണ്. എനിക്ക് വേണേ ചിലപ്പോൾ ചൂടെടുത്ത് ഞാനത് അഴിച്ചിടും, ചിലപ്പോൾ തലയിലിടും. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. അതിലൊക്കെ ഒരാളിങ്ങനെ കടന്നു കയറി അത് എൻ്റെ സ്വാതന്ത്ര്യത്തേക്ക് നശിപ്പിക്കുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല ഉമ്മ. എന്നാൽ ഉമ്മയുടെ മുഖം വല്ലാതെ വാടി. പൊന്നു മോളെ, നീ എന്തിനാണ് ഇങ്ങനെ ഇടങ്ങാറാകണ്? എന്നെ ഷെഫി ഉസ്താദിൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞേക്കായിട്ടല്ലേ? എങ്ങനെ മോളെ പറഞ്ഞേക്കുക? ഒരാൾ കെട്ടിച്ച് ഒഴിവാക്കിയാൽ മാത്രമേ വീണ്ടും അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ.
ഇനി ഒരിക്കലും ഷെഫി ഉസ്താദിൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഇതെന്ത് പറഞ്ഞാലും വേണ്ടിയില്ല. ശരിക്കും ഉമ്മയുടെ വാക്കുകൾ കേട്ട് അവൾക്ക് ദേഷ്യമാണ് വന്നത്. എല്ലാത്തിനും ഒഴിവാക്കി എവിടേക്കും പോവുക നല്ലത്. കുട്ടിയും വേണ്ട ചട്ടിയും വേണ്ട, ഒരു കുട്ടിനെ തന്നിട്ട് അവർ സുഖമായി വിലസാണ്. ശരിക്കും സീനത്തിൻ്റെ സ്വഭാവം അതാ വീണ്ടും വീണ്ടും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അവളുടെ സ്വഭാവ ദൂഷ്യത്തിൽ ഉമ്മയും ഉപ്പയും ആങ്ങളെയും ആകെ പൊറുതുമുട്ടി എന്ന് തന്നെ പറയാം. അവർ ഒരു നിമിഷം വിചാരിച്ചു, എല്ലാം നമുക്ക് ഷമീറിനോട് തുറന്ന് പറയാം, അല്ലെങ്കിൽ ചതിയാണ്, നമ്മൾ ചെയ്യുന്ന ചതിയായിരിക്കും, കാര്യങ്ങളെല്ലാം പറയാം, അവൻ ഓക്കെ ആണെങ്കിൽ മാത്രം അവളെ കല്യാണം കഴിക്കട്ടെ, അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത്. ഇങ്ങനത്തോലും അവിടെ ചെന്നാലും അവരെ ബുദ്ധിമുട്ടിക്കലായിരിക്കും. പാവം ആ പ്രായമായ മാതാവിനെയും അവനെയും ഒക്കെ ഒരു മനസ്സമാധാനം ഇല്ലാതാക്കും. അതുകൊണ്ട് ഓൾക്കോളെ ഇഷ്ടം പോലെ ജീവിക്കണം, അതാണ് ഓളെ ഇപ്പോഴത്തെയും ചിന്ത. ശരിക്കും അവളുടെ ആ ഒരു സ്വഭാവം കണ്ട് ഉമ്മയും ഉപ്പയുമൊക്കെ അങ്ങനെയാണ് ചിന്തിച്ചത്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.